ഇപ്പോൾ 2 മാസത്തിനു ശേഷം മുഖ്യമന്ത്രി വാർത്താസമ്മേളനം മന്ത്രിസഭായോഗ ശേഷം ആ തീരുമാനങ്ങൾ വിശദീകരിച്ചു. അതിനൊടുവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങും കേട്ട് കാണുമല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചു. പക്ഷേ അദ്ദേഹം ആരോപണങ്ങൾ കൃത്യമായും പ്രതിപക്ഷ നേതാവിനെതിരെയാണ് ഉന്നയിക്കുന്നത്. കാരണം കോൺഗ്രസ് ഒന്നാകെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ നടപടി വേണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ എല്ലാത്തൊരു തീരുമാനമെടുത്തത് പ്രതിപക്ഷ നേതാവാണ് എന്ന മട്ടിലാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ വലിയ കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിലും, കേരളം ഞെട്ടുന്ന കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിലും, ഇന്ന് മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? സ്മൃതി, ആദ്യമേ ഇത് പറഞ്ഞോട്ടെ, നമ്മുടെ കേരളത്തിൽ ഈ ലൈംഗിക ചൂഷണ ആരോപണം ചെളിവാരി എറിയുന്ന വിധത്തിൽ പരസ്പരം ചെളിവാരി ഉപയോഗിക്കുന്നത് അത് തന്നെ സ്ത്രീവിരുദ്ധമാണ്. അത് തന്നെ രാഷ്ട്രീയ പാർട്ടി അധമ സംസ്കാരത്തിൻ്റെ ഇതാണ്. ഇവർ കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന മൂന്നാംകട സദാചാരമാണ്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, അല്ലാതെ യാതൊരു എത്തിക്സും ഇല്ല, യാതൊരു നൈതികതയില്ല, ഇവരെ സംബന്ധിച്ച് രാഷ്ട്രീയ ബോധവുമില്ല, ഇവർ സ്ത്രീ അനുകൂലവുമല്ല. പ്രധാനപ്പെട്ട കാര്യം ഈ ലൈംഗിക ചൂഷണത്തിൻ്റെ ആരോപണമാണ് പരസ്പരം ചളിവാരിയാണ് ഉപയോഗിക്കുന്നത്. ഈ ലൈംഗിക ചൂഷണ ആരോപണം ക്രിമിനൽ കുറ്റമാണ്. എന്തുകൊണ്ട് ആ പരാതിക്കാരെ കേസ് കൊടുക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ആർജത്തോടെ പറഞ്ഞു. പക്ഷേ ഈ മുഖ്യമന്ത്രി ആർജത്തോടെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നത്, 5 വർഷം ഈ മുകളിൽ തട്ടത്ത് വെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമയത്ത് മുഖ്യമന്ത്രി ഒന്നും പ്രതികരിച്ചില്ലല്ലോ. ഈ ആർജവം അന്ന് കാണിക്കേണ്ടായിരുന്നു. കേരളത്തിലെ ഗുരുതരമായ ഒരു ഇൻഡസ്ട്രിക്കകത്ത് നടന്ന ഗുരുതരമായ സ്ത്രീവിരുദ്ധക്കെതിരെ ഒരു റിപ്പോർട്ട്, ഗവൺമെൻറ് നടത്തിയ റിപ്പോർട്ട് പുറത്തു വരാൻ സമയത്ത് മുഖ്യമന്ത്രിക്ക് ഈ ആർജവം ഒന്നും കണ്ടില്ലോ. മുഖ്യമന്ത്രി പ്രസംഗത്തിൽ എന്നെ ഓർപ്പിച്ച് തീർച്ചയായിട്ടും വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നടത്തിയ പത്രസമ്മേളനം പോലെ എന്നെ തോന്നിച്ചു. കാരണം ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് നടത്തിയ പത്രം, അല്ലാണ്ട് ഒരു സ്ത്രീക്ക് അനുകൂലമായിട്ട് സ്ത്രീ അനുകൂല നിലപാടെടുക്കുന്ന സ്റ്റേറ്റ് നിലപാടായിട്ടല്ല കണ്ടത്. സ്ത്രീ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് നിലപാടില്ല, മറിച്ച് രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്ന ലൈംഗിക ചൂഷണത്തിൻ്റെ, അതായത് നമ്മുടെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ്റെ ആരോപണം എന്തിനാണ് ഉപയോഗിക്കുന്നത്? പരസ്പരം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഉദ്ദേശം തന്നെയാണ്. ഇവരൊക്കെ പരസ്പരം ചെളിവാരി അറിയാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഒരാളെ ആരോപിക്കുക, അല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു സ്ത്രീക്ക് നീതി കിട്ടണമെന്നും ഈ സെക്ഷൽ പ്രഡേഷൻ കോൺഗ്രസിനകത്ത് മാത്രം നിൽക്കുന്ന കാര്യമാണ് നോക്കില്ല. ചിലത് വാർത്ത വരാതെ പോവാം, ചിലത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകും, ചില പരാതി പാർട്ടിക്കകത്ത് ഭരിക്കണം. അപ്പോൾ സെക്ഷൽ പ്രഡേറ്റേഴ്സ് ഇവിടെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. എന്തുകൊണ്ട് ആ പരാതിക്കെതിരെ പ്രോത്സാഹിപ്പിക്കുന്ന പരാതി വരാനും അവരൊക്കെ നടപടിയെടുക്കാൻ പോലും നമുക്കറിയാം. ഒരുപാട് ഞരമ്പ് പ്രശ്നങ്ങളുടെ പല ആൾക്കാർ പോലെ നമ്മുടെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അപ്പോൾ സെക്ഷൽ പ്രഡേഷൻ വിളിക്കുന്ന സെക്ഷൽ പ്രഡേറ്റേഴ്സ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ പല അവർക്ക് നടപടിക്കാനും അവർക്കെതിരെ നീങ്ങാനും ആ പരാതികൾ നിയമപരമായി നേരിടാൻ എന്തുകൊണ്ട് ഒരാളും തയ്യാറാവുന്നില്ല? രണ്ടാമത്തെ കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കോൺഗ്രസ് എന്തിനു ആയിരിച്ചാലും ഇങ്ങനെ സെക്ഷൽ പ്രഡേറ്റർ അവിടെ ഉണ്ടായിരുന്നവർ മുൻകൂട്ടി അറിയായിരുന്നു. ഒരു കാരണവശാലും MLA സ്ഥാനം കൊടുക്കാൻ പാടില്ലായിരുന്നു അയാൾക്ക്. ഇപ്പോൾ കോൺഗ്രസ് രാജിവെച്ചു എന്ന് പറയും, കോൺഗ്രസ് പുറത്താക്കിയെന്ന്. കോൺഗ്രസ് പുറത്താക്കിയാൽ സ്വതന്ത്ര MLA ആണോ അയാൾ സ്വതന്ത്ര MLA ആണോ? അയാൾ സെക്ഷൽ പ്രഡേറ്ററാണ് നമ്മുടെ മുമ്പിൽ. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കേസ് എടുക്കാൻ ഈ നേരത്തെ കോൺഗ്രസിൻ്റെ സഹയാത്രികൻ പറഞ്ഞൊരു കാര്യം ശരിയാണ്, പരാതി ഇല്ലാത്ത പ്രശ്നം. പക്ഷേ അതുകൊണ്ട് കാര്യം നമുക്കറിയാം. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഇങ്ങനെ കേരളം ഞെട്ടുന്ന ഒരു ആരോപണം 1 അല്ല 2 അല്ല 3 അല്ല ഇങ്ങനെ തുടരെ വരുമ്പോൾ സ്റ്റേറ്റ് എന്താണ് ചെയ്യേണ്ടത്? സ്റ്റേറ്റിന് ചെയ്യേണ്ട കാര്യം, സ്റ്റേറ്റ് സ്ത്രീ സുരക്ഷയാണ് സ്റ്റേറ്റ് ഉത്തരവാദിത്തങ്ങൾ. ഈ പരാതി കൊടുക്കാനുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ രാഷ്ട്രീയ ലക്ഷ്യത്തിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം എന്താണ് ഇതിന് നിയമപരമായിട്ട് എന്ത് ഗുണമുണ്ടാക്കാൻ പോകണം നമുക്ക് നോക്കി കാണാവുന്ന കാര്യമാണ്. മറിച്ച് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഈ കേസെടുത്ത ഒരു തേർഡ് പാർട്ടി, നേരത്തെ സ്മൃതി വിശദീകരിച്ച ഒരു തേർഡ് പാർട്ടി ഒരു സൈബർ കേസ് എടുത്തില്ല. എന്ത് നടപടി അതിൻ്റെ തുടർന്നുണ്ടാകാൻ പോകുന്നത്? കാരണം ഒരു വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ആരോപണം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, അയാൾക്ക് ചെയ്യാവുന്ന കാര്യം വാർത്ത കൊണ്ടുവരും. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. സ്ത്രീകളെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തും സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്കിടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചും നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മെസ്സേജുകൾ അയച്ചും ഫോൺ വിളിച്ചും ഭീഷണിപ്പെടുത്തിയതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. BNS 78-381 കേരള പോലീസ് ആക്ട് പ്രകാരം 120(0) എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികൾ പരിശോധിച്ചതിൽ നിന്നും അവ കോഗ്നിസബിൾ ഒഫൻസിൽ ഉൾപ്പെട്ടതാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ കേസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ചോദ്യം. അങ്ങ് പറഞ്ഞോളൂ. തീർച്ചയായും അതിനകത്ത് BNS ഈ വകുപ്പ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ സംബന്ധിച്ചിടത്തോളം ഈ കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു വഴിത്തിരിവാണ്. നാളെ ഇതേപോലെ തന്നെ പരാതിക്കാരി നേരിട്ട് വരാത്ത അല്ലെങ്കിൽ അതിജീവിതയോ നേരിട്ട് വരാത്ത കേസിൽ ഇത്തരം രീതിയിൽ ഒരു റെക്കോർഡിംഗ് വരികയാണെങ്കിൽ
ആ അയാൾക്കെതിരെയും കേസെടുക്കേണ്ടി വരും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും കേസെടുക്കേണ്ടി വരും. അത് ഇന്ന രാഷ്ട്രീയ പാർട്ടി ആവണമെന്നില്ല. കാര്യം അപ്പോൾ ഇതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടാവേണ്ടി വരും ഇപ്പോൾ എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് ഇതൊരു തുടർ നടപടി ഉണ്ടാവുകയാണെങ്കിൽ, നിയമപര നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതം ഒരു രാഷ്ട്രീയ പാർട്ടിക്കല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കേരള സമൂഹത്തിൽ എല്ലാവർക്കും, രാഷ്ട്രീയ പാർട്ടികളിൽ മാത്രമല്ല എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാ സ്ഥലത്തും ഇതുപോലെ നടക്കുന്ന സെക്ഷൽ പ്രൊഡേറ്റേഴ്സിന് ഇത് ബാധകമാവാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നവർ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല? അയാൾക്ക് ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പുറത്താക്കി എന്നുള്ളൊരു ന്യായീകരണമല്ല. അയാളെ ഈ MLA സ്ഥാനത്ത് രാജിവെക്കുക തന്നെയാണ് അതിൻ്റെ ശരിയായ വഴി. അത് തന്നെയാണ് ഒരു ധാർമ്മികമായ രാഷ്ട്രീയത്തിന് അന്തസ്സ് ഉയർപ്പെടുക്കുക. അല്ല ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് സംഭവിക്കുന്നത് രണ്ടാം കാര്യം, ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ ഇവർക്ക് ക്ഷീണം സംഭവിക്കണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. മറിച്ച് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതേസമയം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അധമ സ്വഭാവം ചളിവാരിയർ ഉപയോഗിക്കുക. നമ്മുടെ എല്ലാ പാനലിലും ഈ ചർച്ചകളിലും പല രാഷ്ട്രീയ നേതാക്കളും വരുന്നത് ഇവരുടെ വ്യക്തിവൈരാഗ്യം തീർക്കാനാണ്. അല്ലാണ്ട് ഒരു സ്ത്രീ വിരുദ്ധതയും ഒരു സ്ത്രീയോട് അനുകൂല നിലപാട് വെക്കുന്നില്ല. Debate with Smriti Parithikar.